നമസ്കാരം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സമഗ്ര മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ അറിയിച്ചു. തുടർച്ചയായി 5 ദിവസം മഴയുണ്ടാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി മലപ്പുറത്ത് വ്യക്തമാക്കി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് ശേഷം മഴയുടെ തീവ്രത കുറയുമെന്നാണ് വിലയിരുത്തലെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. എന്തായാലും താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. യാത്രക്കാർക്ക് പ്രത്യേക നിർദ്ദേശം വരുന്നുണ്ട്. ഈ നിമിഷത്തിൽ വയനാട് ജില്ലയിൽ മഴ കനത്തതോടെ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്രയ്ക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലയിൽ നിന്നും കോഴിക്കോടേക്കും തിരിച്ചുമുള്ള അത്യാവശ്യമില്ലാത്ത എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വൈത്തിരി, ലക്കിടി മേഖലകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയത്. ചുരത്തിലൂടെ അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കൂ എന്നും ഭാരവാഹനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണമുണ്ടാകുമെന്നും വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മലയോര മേഖലയിൽ പരക്കെ ഉരുൾപൊട്ടലാണ്. 4 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലയിലുണ്ടായ അതിശക്തമായ മഴയിൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ പരക്കെ ഉരുൾപൊട്ടലുണ്ടായി. അപകടങ്ങളിൽ 4 പേർ മരിക്കുകയും 2 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. തൊടുപുഴയ്ക്ക് സമീപം കുടയത്തൂർ അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മഷിക്കല്ലിൽ രവി നാരായണന്റെ ഭാര്യ സുമതി മരിച്ചു. പരിക്കേറ്റ മകൻ രതീഷിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. വാഗമൺ കോലാഹലമേട്ടിൽ ലീലാമണിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ബന്ധുവായ വൈക്കം സ്വദേശി പ്രഭാകരൻ നായർ മരണപ്പെട്ടു. പൂഞ്ഞാർ പയ്യാനിത്തോട്ടം മണപ്പാട്ട് ജോണിയുടെ ഭാര്യ റെജീന, മകൻ ജോസഫ് എന്നിവർ ഉരുൾപൊട്ടലിൽ മരിച്ചു. തെരച്ചിലിനൊടുവിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. പത്തനംതിട്ട സീതത്തോട് ചിറ്റാർ ഭാഗങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഗതാഗതം സ്തംഭിച്ച സാഹചര്യമുണ്ട്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ പമ്പ, മണിമല, മീനച്ചിൽ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. റാന്നി, മണിമല, ഈരാറ്റുപേട്ട, പാല തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രധാന റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. കൊട്ടാരക്കര, ദിണ്ടിഗൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ച കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് 100ഓളം സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ ഇതുവരെ ഉണ്ടായതായി ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയുണ്ട്. ശക്തമായ മഴയും പ്രതികൂല കാലാവസ്ഥയും കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, വയനാട്, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. എന്തായാലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. നദികളിലും മലയോര മേഖലകളിലും പോകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. നിങ്ങൾ നദിയുടെ കരയിലാണ് താമസിക്കുന്നതെങ്കിൽ അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ മാറണം. നിരവധി ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടൽക്ഷോഭം ഉണ്ടാകാനുള്ള സാഹചര്യമുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിനും നിയന്ത്രണമുണ്ട്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക.